ഒരു കല്ലെടുത്ത് വച്ചാൽ ആ കല്ലിൽ അത് ദൈവമല്ല. അതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്യുകയും താന്ത്രിക വിദ്യ പ്രകാരം അതിലേക്ക് തന്ത്രി അല്ലെങ്കിൽ തന്ത്രിമുഖ്യൻ തൻ്റെ ഹൃദയം, തൻ്റെ പ്രാണൻ അതിനകത്ത് സന്നിവേശിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ജീവൻ വെപ്പിക്കുകയും പിന്നെ ജീവനുള്ള ചൈതന്യം എല്ലാ കാലവും നിലനിൽക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. ഇതാണ് തന്ത്രിയും ഡൈറ്റിയും തമ്മിലുള്ള അല്ലെങ്കിൽ ദേവനും തമ്മിലുള്ള ദേവിയും തമ്മിലുള്ള എഗ്രിമെൻറ്റ്, എഴുതാത്ത എഗ്രിമെൻറ്റ്. അതിനാണ് മൂലമന്ത്രം പറഞ്ഞു കൊടുത്ത്, പോറ്റിക്ക് മൂലമന്ത്രം പറഞ്ഞു കൊടുത്ത്, ചെവിയിൽ പറഞ്ഞു കൊടുത്ത്, മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതെ മൂലമന്ത്രം പറഞ്ഞു കൊടുത്ത് പോറ്റിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ മുഖ്യദേവന് ചെയ്യുന്ന ആരാധന, പ്രാർത്ഥന, പിന്നെ നമ്മുടെ ദീപാരാധന ക്രമമല്ല അപ്പുറത്ത്. എല്ലാം വിളക്കേനാണ് കൊടുത്തത്. പക്ഷേ മുഖ്യദേവനും ദേവിക്കും ചെയ്യുന്ന ദീപാരാധന ക്രമമല്ല അപ്പുറത്ത്. പല സ്ഥലങ്ങളിലും ഒരു ഉപദേവന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഈ മൂലമന്ത്രം വളരെ പ്രധാനമാണ്. മൂലമന്ത്രം പറയുന്നത് ഈ പ്രതിഷ്ഠ നടത്തുന്ന സമയത്താണ്. അങ്ങനെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന മൂലമന്ത്രവും ഇതിൽ ജീവനുണ്ട് എന്നുള്ള ആണ് കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അഭിഷേകം കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, പൂമാല ഇടുന്നു, ചന്ദനം തൊടുന്നു, കുങ്കുമം തൊടുന്നു, വളരെ പ്രഭയോടുകൂടി നമ്മൾ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമോ അത്രയും പ്രഭയോട് കൂടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിവേദ്യം കഴിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് പഴവും അതുപോലെ പായസവും ഒക്കെ നിവേദ്യം കൊടുക്കുന്നത്. നിവേദ്യം കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതിന് വേണ്ടി അമ്പലം അടയ്ക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പല ആചാരങ്ങളാണുള്ളത്.